ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇങ്ങനെ എന്താണ് നമ്മളെ നോക്കുമ്പോൾ നേരെ ക്യാമറയിലേക്ക് നോക്കുന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പം ഞാൻ ക്യാമറയിലേക്കല്ല, ഞാൻ എന്നെ തന്നെ നോക്കിയാണ് സംസാരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് സൂര്യ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ക്യാമറയിൽ നോക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് കേട്ടോ. ഞാൻ കറക്റ്റ് എൻ്റെ ഫേസിലേക്കാണ് നോക്കുന്നത്. നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ ഇന്ന് അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് കമൻസിലൊക്കെ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ചേച്ചി എങ്ങനെയാണ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ എവിടെയാണ് പഠിക്കാൻ പോയത്, എത്ര റേറ്റായി, എവിടെയൊക്കെ നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചേച്ചി ഇത് പഠിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ഇങ്ങനെ പേഴ്സണലി മെസ്സേജൊക്കെ അയച്ച് ചോദിക്കേണ്ടായി, കമൻസിലും ചോദിക്കേണ്ടായി കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ആൻസർ എന്ന രീതിയിലാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ച പോലെ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ടോ എന്നായിരുന്നു. ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷം ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. എൻ്റെ ഒരു 20 ആ ഒരു ഏജിലൊക്കെയാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചത്. ഇനി എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് മുമ്പ് ആദ്യം തൊട്ടുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ ഞാനൊരു 10 ആ സമയമൊക്കെ ആയപ്പോഴേ എനിക്ക് സ്കിന്നിൽ നിറച്ച് പിമ്പിൾസും ഉണ്ടായിരുന്നു, അതുപോലെ നന്നായിട്ട് മാർക്കുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫോണിലൊക്കെ നോക്കിയിട്ട്, അന്ന് നമുക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 10 സമയത്ത് ഒന്നും ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതെ എന്തെങ്കിലും അമ്മയൊക്കെ പറഞ്ഞു തരുന്ന ആ ഒരു റെമഡീസൊക്കെ നോക്കിയിട്ട് അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും, മഞ്ഞളിടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. മഞ്ഞൾ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മഞ്ഞളിടില്ലായിരുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലപ്പോഴും, എപ്പോഴും നമ്മൾ പഠിക്കാൻ പോകുന്നതുകൊണ്ട് അങ്ങനെ സമയമൊന്നും കിട്ടില്ല, ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇടുമായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് നമുക്ക് ഫോണൊന്നും ഇല്ലല്ലോ, സാധാ ഒരു കുഞ്ഞ് സ്വിച്ച് ഫോണൊക്കെ ആയിരുന്നു. അപ്പോൾ അധികം നമുക്കിതിനെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ തിരക്കാനോ അന്ന് ഒന്നുമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു +1 +2 ഒക്കെ ആയ സമയത്തും ഞാൻ സ്കിന്നിനെ അത്ര കാര്യമായിട്ടൊന്നും കാണുന്നില്ല, പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഡിഗ്രി സമയം ഫസ്റ്റ് ഇയറൊക്കെ ആയപ്പോഴാണ് എനിക്ക് നന്നായിട്ട് ആഗ്രഹമായി തുടങ്ങി, നമ്മുടെ സ്കിന്നൊക്കെ അത്യാവശ്യം ഒന്ന് ഗ്ലോ ആക്കി എടുക്കണം. അപ്പോൾ ആ സമയത്തൊക്കെ കരിഞ്ഞ് ടാനൊക്കെ വന്ന് സൺസ്ക്രീനൊന്നും ഉപയോഗിക്കാണ്ട് അങ്ങ് വല്ലാണ്ടായിക്കഴിഞ്ഞു സ്കിന്ന്. അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നത്, ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എനിക്ക് നന്നായിട്ടൊന്ന് കെയർ ചെയ്യണം എന്ന രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫോണൊക്കെ അത്യാവശ്യം ഒരു ചെറിയ ഫോണൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്തിരുന്നത് ആ സമയത്ത് സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി അന്ന് ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴും ഹിറ്റ് തന്നെയാണ്, അന്നും നന്നായിട്ട് പീക്കിലിരിക്കുന്ന സമയമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് ഓരോന്ന് ഇരുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ കമൻസൊക്കെ ഇടുമായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വീഡിയോയ്ക്ക് ഞാൻ കമൻസ് എനിക്ക് നന്നായിട്ടുണ്ടെന്ന് കമൻസ് ഇട്ടപ്പോൾ ചേച്ചി ഉടനെ തന്നെ എനിക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സിംപ്ലി മൈ സ്റ്റൈലിൽ ഉണ്ണി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇഷ്ടം എന്നിലുണ്ട് എന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കാണുമായിരുന്നു. പിന്നെ നില ലൈഫ് സ്റ്റൈൽ കാണുമായിരുന്നു. അത് രണ്ടുമായിരുന്നു ഞാൻ കൂടുതലായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നില ലൈഫ് സ്റ്റൈലിലേക്ക് ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട് എനിക്ക്. ഫേസ് പാക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ ഫേസ് പാക്കൊക്കെ. അപ്പോൾ ആയുർവേദിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ പിന്നെ അസ്വി മലയാളം കാണുമായിരുന്നു കേട്ടോ. അസ്വി ചേച്ചിയുടെ കാണുമായിരുന്നു. ഒരു കോഫി പൗഡറിൻ്റെയൊക്കെ ഫേസ് പാക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും ഞാൻ അത് ചെയ്യും. അത്യാവശ്യം നന്നായിട്ട് സ്കിന്നൊക്കെ ഗ്ലോ ആവാൻ പറ്റിയൊരു ഫേസ് പാക്കുമാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഉള്ളിൽ ഈ ഒരു ഇതിനോടൊക്കെ കുറച്ചൊന്ന് എനിക്കിഷ്ടമുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്ത് പഠിക്കണം ആ ഒരു ടൈപ്പ് വന്നപ്പോൾ എനിക്ക് മെഡിക്കൽ ഫീൽഡിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേഴ്സിംഗ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് MLT എന്തെങ്കിലും പഠിക്കാമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തായാലും ഡിഗ്രിക്ക് പോകും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡിഗ്രിക്ക് ചെന്നിട്ടും എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ഡിഗ്രി. എനിക്കെന്തോ എൻ്റെ ഇഷ്ടത്തിലല്ലല്ലോ, അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര മടുപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കൊറോണയൊക്കെ വന്ന സമയത്താണ് എനിക്ക് എന്തായാലും ഇനി എനിക്ക് എൻ്റെ ആ ഒരു രീതിയിൽ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നത്. അപ്പോഴും അമ്മയ്ക്ക് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, വേണ്ട
അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കുറേ പറഞ്ഞു. പിന്നെ എൻ്റെ നാത്തൂനൊക്കെ വന്ന് അവളും കൂടിയൊക്കെ പറഞ്ഞപ്പോഴാണ് അമ്മ ഓക്കെ പറഞ്ഞത്. അങ്ങനെ ഞാനും അവളും കൂടെ ആണ് തിരക്കാൻ പോകുന്നത്. അങ്ങനെ എൻ്റെ ഒരു ബന്ധു തന്നെയാണ് കേട്ടോ, എൻ്റെ കുഞ്ഞേരെ നാത്തൂൻ, ആൻറ്റി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ആൻറ്റീൻ്റെ അടുത്താണ് ചെല്ലുന്നത്. അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് ABCD അറിയില്ല. അങ്ങനെ ഞാൻ തിരക്കിയപ്പോൾ ഒരു 30,000 ആണെന്ന് തോന്നുന്നു കേട്ടോ റേറ്റ്. അതോ 20,000 ആയിരുന്നു, 30,000 ആയിരുന്നു തോന്നുന്നു. ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ അത്ര ആയിരുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞു. 6 മാസത്തെ ക്ലാസ്സാണ്, 6 മാസം അത് കഴിഞ്ഞ് ട്രെയിനിങ് ആണ് എന്നൊക്കെ പറഞ്ഞു. സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി തുടങ്ങി. ആദ്യത്തെ ദിവസം എനിക്ക് ഭയങ്കര എന്തോ, ആദ്യം ത്രെഡിൻ്റെ കാര്യങ്ങളാണ് പഠിപ്പിച്ചത് കേട്ടോ. നൂല് പിടിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ എനിക്ക് എന്തോ അത്ര അങ്ങോട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൻറ്റി വേറെ സ്റ്റാഫും അവിടെ തയ്ക്കാനൊക്കെ സ്റ്റാഫുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം എനിക്ക് ആദ്യമൊക്കെ ഒരു ഇതായി തോന്നി. പിന്നെ ആയപ്പോൾ അങ്ങോട്ട് സെറ്റായി ആൻറ്റിയായിട്ട്, നല്ല അടിപൊളിയായി. എനിക്ക് ഈ ഒരു ഇഷ്ടവും കൂടെ ഉള്ളതുകൊണ്ട് നല്ല വൈബായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്താണ് പഠിച്ചത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻറ്റി ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. ആൻറ്റി നമ്മുടെയൊക്കെ വിട്ടുപോയി. പിന്നെ ആൻറ്റിയാണ് ഈ ഒരു ഇതിലേക്ക് ഇത്രയും എത്തിച്ചതും. ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ കുറച്ച് കാര്യങ്ങളെ അറിയാവുള്ളൂ. കുറച്ച് കാര്യങ്ങളിൽ പകുതി ആൻറ്റി പറഞ്ഞു തന്ന ഓർമ്മയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഞാൻ ഏകദേശം 1 വർഷം നിന്നു. അപ്പോഴാണ് എൻ്റെ കല്യാണമൊക്കെ ആയി. ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നെടുമങ്ങാട് നിന്നായിരുന്നു കേട്ടോ വന്നു പോയിക്കൊണ്ട് നിന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ദൂരമായതുകൊണ്ട്, ഞാൻ ട്രെയിനിങ് സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ദൂരമായതുകൊണ്ട് തന്നെ കഴിഞ്ഞു കേട്ടോ ട്രെയിനിങ് കഴിഞ്ഞ്. ആൻറ്റി അവിടെ നിൽക്കാമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു എന്നോട്. അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ ദൂരം എൻ്റെ മെയിൻ ഫാക്ടറായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടിക്കൂലി ഏകദേശം ഒരു ദിവസം 100 രൂപ വെച്ചൊക്കെ ആവുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തോട്ട് പോകുന്നെങ്കിൽ അതായിരിക്കും കുറച്ച് നല്ലത്. പിന്നെ എനിക്ക് എന്താണ് ഈ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് അതിൻ്റേതായ ബുദ്ധിമുട്ടുമുണ്ട്, നല്ല ദൂരമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്ത് ഒരു പാർലറിലേക്ക് പിന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ആൻറ്റി പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഞാൻ നിന്നു. ആദ്യം അവിടെ ലക്ഷ്മി ചേച്ചി DH പാർലറാണ് പോയത്. ആദ്യം ചേച്ചി പറഞ്ഞു ബ്യൂട്ടി ഞാൻ മേക്കപ്പൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നീ അസിസ്റ്റൻസായിട്ട് എന്നെ ഇതൊക്കെ ഹെയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാനാണ് പറഞ്ഞത്, ഹെയർ അയൺ ചെയ്യാനൊക്കെ. അങ്ങനെ പിന്നെ അല്ലാതെ പാർലറിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ അവിടെ നിന്നിട്ട് ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് അധികം. അങ്ങനെ അവിടെ ഒരു കവിത ചേച്ചി എന്നൊക്കെ പറഞ്ഞ ചേച്ചിയൊക്കെ ആയിട്ട് സെറ്റായിരുന്നു. അവിടെ നല്ല അടിപൊളി വൈബായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നാൾ നിന്നതിന് ശേഷം പിന്നെ പ്രഗ്നൻ്റ് ഒക്കെ ആയതിന് ശേഷമാണ് പിന്നെ ഞാൻ പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അല്ലറ ചില്ലറ അല്ലാതെ ചെറിയ കൊച്ചു വർക്കൊക്കെ, എൻഗേജ്മെൻറ്റ് വർക്ക് അങ്ങനെയൊക്കെ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് മോള് വന്നു. മോളൊക്കെ ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് 1.25 ആയ സമയത്താണ് എനിക്ക് പിന്നെ MSMEയുടെ ഒരു കോഴ്സ് പഠിപ്പിക്കാനായിട്ട് വന്നത് കേട്ടോ. അങ്ങനെ അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 3 മാസത്തെ കോഴ്സായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര്, എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ എന്നോട് അന്വേഷിക്കുകയുണ്ടായി, പഠിക്കാൻ പോകാൻ താല്പര്യമുണ്ട് എന്നൊക്കെ രീതിയിൽ പറയുകയുണ്ടായി. ഞാൻ ഈ ഒരു രീതിയിലാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് തുടർന്ന് നല്ലതായിട്ട് മേക്കപ്പ് അഡീഷണലായിട്ട് ഒത്തിരി പഠിക്കണം എന്നൊക്കെ ഉണ്ട്. കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനി എന്തായാലും പോകും. അപ്പോൾ ഈ ഒരു ഇതാണ് ഞാൻ പഠിച്ചത് കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷോർട്ടായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാൻ പോകും. നല്ലൊരു കോഴ്സാണ്. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണ് കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടമാണ് ഈ ഒരു കോഴ്സ്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു യൂട്യൂബിലേക്ക് പിന്നെ പതിയെ ഇൻസ്റ്റയിലേക്കൊക്കെ വന്നത് കേട്ടോ. ആദ്യം ഞാൻ കാല് വെച്ചത് യൂട്യൂബിലേക്കാണ്. പിന്നെ എൻ്റെ മാമൻ്റെ മോനൊക്കെ അവനാണ് ആദ്യമായിട്ട് പറയുന്നത് ഇൻസ്റ്റയിലും കൂടെയൊക്കെ ഇട്ട് തുടങ്ങും, അപ്പോൾ കുറച്ചുകൂടെയൊക്കെ റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റയിലേക്കും കൂടി ഇട്ട് തുടങ്ങിയത്. ആദ്യം ഞാനങ്ങനെ മൈൻഡൊന്നും ചെയ്തിരുന്നില്ല. ഇൻസ്റ്റയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് യൂട്യൂബിലേക്കായിരുന്നു.
ഇപ്പോഴും ഞാൻ പിന്നെയാണ് രണ്ടിലും ഒരേപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. ഇപ്പോഴും യൂട്യൂബിൽ ലോങ് വീഡിയോസൊക്കെ ഇടുന്നത് തീരെ കുറവാണ്. അപ്പോൾ ഷോർട്സ് മാക്സിമം ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് എൻ്റെ ഒരു ബ്യൂട്ടി കോഴ്സിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിച്ചാൽ മതി. എല്ലാവരുടെ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവർ ടാറ്റ ബൈ ബൈ.